ജി കാർത്തികേയന് കണ്ണീരിൽ പൊതിഞ്ഞ ബാഷ്പാഞ്ജലി. കർമ്മനിരതനായ നാടിന്റെ നായകന് നാടിന്റെ അന്ത്യപ്രണാമം. ജി കാർത്തികേയൻ എന്ന GK വിടവാങ്ങിയിരിക്കുന്നു. GKക്ക് കേരളം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. കർമ്മനിരതനായ ആദർശശുദ്ധിയുള്ള രാഷ്ട്രീയത്തിന്റെ മുഖംമൂടികളൊന്നും തന്നെയില്ലാത്ത സൗമ്യനും ശാന്തനും കർക്കശക്കാരനുമായിരുന്ന കാർത്തികേയൻ എന്ന സമാനതകളില്ലാത്ത നേതാവ് കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയിരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10:30 ബംഗളൂരുവിൽ അന്തരിച്ച കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവുമായിരുന്ന കാർത്തികേയന്റെ മൃതദേഹം ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിക്കുകയും അവിടെ നിന്നും സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ നിയമസഭാ മന്ദിരത്തിനരികിലുള്ള നീതിയിലെത്തിച്ചു. അവിടെ മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടിയിരുന്നു. ഞായറാഴ്ച രാവിലെ നിയമസഭാ മന്ദിരത്തിലും അവിടെ നിന്ന് ദർബാർ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും KPCC പ്രസിഡന്റ് VM സുധീരനും മന്ത്രിമാരും MLAമാരും സാമൂഹിക സാംസ്കാരിക ലോകത്തെ പ്രമുഖരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ളവരും ആര്യനാട് അരുവിക്കര നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരടക്കം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി പേർ തങ്ങളുടെ പ്രിയ നേതാവിനെ, സഹപ്രവർത്തകനെ, രാഷ്ട്രീയക്കാരനെ ഒരു നോക്കുകൂടി കണ്ട് അന്തിമോപചാരം അർപ്പിച്ചു. ശ്രീ കാർത്തികേയൻ എൻ്റെ ഏറ്റവും പഴയ ഒരു സഹപ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസിലും KSU കോൺഗ്രസിലൊക്കെ നയിച്ചു നടക്കുന്ന കാലത്ത് KSUയിലൂടെ വന്ന വ്യക്തിയാണ്. ഞാൻ ചിറയൻകീഴ് മത്സരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും സജീവമായ നേതൃത്വം പാർട്ടിക്ക് നൽകിയ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് ശ്രീ കാർത്തികേയൻ. അദ്ദേഹം ആദർശസമ്പന്നനായ വ്യക്തിയായിരുന്നു. കാർത്തികേയൻ്റെ നിര്യാണം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു നഷ്ടമാണ്. ദർബാർ ഹാളിൽ നിന്നും മൃതദേഹം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും അതിനുശേഷം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ അരുവിക്കരയിലെ ആര്യനാട് ഹൈസ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹത്തിൽ തങ്ങളുടെ പ്രിയ നേതാവിന് നിയോജക മണ്ഡലവാസികൾ കണ്ണീരിൽ പൊതിഞ്ഞ യാത്രാമൊഴി നൽകി. അരുവിക്കരയിൽ നിന്നും ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ അഭയ എന്ന സ്വന്തം വസതിയിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കായി കൊണ്ടുവന്നു. അതിനുശേഷം തെക്കാട് ശാന്തി കവാടത്തിൽ മൃതദേഹം ആയിരങ്ങളുടെ വിലാപയാത്രയോടെ എത്തിച്ചു. തങ്ങളുടെ പ്രിയ നേതാവ് ഇനിയൊരിക്കലും മത്സരങ്ങളുള്ള ഈ ലോകത്ത് തിരിച്ചു വരില്ല എന്ന സത്യം മനസ്സിലാക്കിയ ജനസാഗരം ആ മനുഷ്യസ്നേഹിക്ക് യാത്രാമൊഴി നൽകി. ജി കാർത്തികേയൻ എന്ന ആ മഹത് വ്യക്തിത്വം ആദർശവാനായ രാഷ്ട്രീയക്കാരൻ, കർക്കശക്കാരനായ, സൗമ്യനായ, ശാന്തനായ, ആരോടും വിദ്വേഷം വച്ചു പുലർത്താത്ത ക്രാന്തദർശിയായ, വിഷണാശാലിയായ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തീനാളങ്ങൾ ഏറ്റുവാങ്ങുകയായി. മത്സരങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി. എന്നാൽ കാർത്തികേയൻ എന്ന GK മനുഷ്യഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും.